പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭൂഖണ്ഡാന്തരങ്ങളിൽ കർത്താവേ, ഇപ്പോഴ് നമ്മ ശിരസ്കരായി നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തെ ഓർത്ത് നന്ദി പറയുന്ന ഈശോയെ, കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവെ, ഇത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേൽ ആവശ്യിക്കട്ടെ. ഈശോയെ, ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ വ്യാപാര വ്യവസായ സംരംഭങ്ങളെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ അലട്ടുന്ന എല്ലാ ജീവിത പ്രശ്നങ്ങളുടെ മേലും കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ സാമ്പത്തിക മേഖലകളുടെ മേൽ, അതിൻ്റെ തടസ്സങ്ങളുടെ മേൽ കർത്താവിൻ്റെ കണ്ണ് ചൊരിയട്ടെ. നീ വിടുതൽ പ്രാപിച്ചുകൊണ്ട് സാക്ഷ്യം പറയാനും സമാശ്വാസത്തെ ജീവിക്കാനും കർത്താവ് നിന്നെ സഹായിക്കട്ടെ. കർത്താവെ, രോഗികളുടെ മേലെ നീ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികൾ, മാസങ്ങളായി കിടന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റാതിരിക്കുന്നവരുണ്ട് ഈശോയെ. അതുകൊണ്ട് കർത്താവ് എങ്ങനെ വരും എന്ന് വിചാരിച്ചുകൊണ്ട് വിഷമിക്കുന്നുണ്ട് ഈശോയെ. ക്രിസ്മസ് വരെ തള്ളി നിൽക്കട്ടെ, എങ്ങനെയെങ്കിലും ആവതില്ലെങ്കിലും പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് നെടുവീർപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ദർശിക്കണം. കർത്താവെ, നിൻ്റെ വചനത്തിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ സന്ദർശനമാണ്. ദൈവമേ, എൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ലെന്നൊക്കെ നീ വചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ നിൻ്റെ ജോലി തന്നെ മനുഷ്യരെ സന്ദർശിക്കുകയാണ്. അവരായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ്, ഒരു കുഞ്ഞാട് കർത്താവ് അത് കുരുക്കിൽപ്പെട്ട് കിടന്നപ്പോഴേ നീ അതിനെ സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് 99 കഥ നീ പറയണത്. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചതിനേക്കാൾ അനുതാപം ആവശ്യമുള്ള ഒരു കുഞ്ഞാടിനെ കുറിച്ച്, നീതിമാനെ കുറിച്ച് നീ സ്വർഗം സന്തോഷിക്കുമെങ്കിൽ ആ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവമേ സന്തോഷം വരണമെന്ന് ഞങ്ങൾക്ക് അറിയാം. കർത്താവെ, നീ ഇനിയും സന്ദർശിക്കാനുള്ളവർ അവരുടെ യോഗ്യത കൊണ്ടല്ല കർത്താവെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനയുടെ യോഗ്യത കൊണ്ട് കർത്താവെ, നീ അവരെ സന്ദർശിക്കണമേ. രോഗികൾ, പീഡിതർ, മനപ്രയാസമുള്ളവർ, തകർന്നു പോയവർ, ജീവിത പങ്കാളികളെ ഇറങ്ങിപ്പോയവർ, ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ടവർ, ജീവിത പങ്കാളികൾ മരിച്ചു പോയവർ, കർത്താവ്, മഴ പെയ്യുമ്പോഴും അതുപോലെ തന്നെ തണുപ്പടിക്കുമ്പോഴും പല ഒറ്റക്ക് ചെന്നിട്ട് തുഴഞ്ഞിട്ട് കയറാതിരിക്കുമ്പോഴും വല്ലാത്ത വിഷമമാണ്. വല്ലപാടും ചത്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വിഷമത്തിൽ ആൾക്കാരുണ്ട്. കർത്താവ്, അവരെല്ലാം നീ സന്ദർശിക്കണേ കർത്താവേ. കർത്താവെ, അവർക്ക് രാതിപ്പോൾ പലരും എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ എഴുന്നേറ്റതായാലും അത് കിടന്നതായാലും എല്ലാവർക്കും ഒരുപോലെയാണ്. രാത്രി എന്തിനാകുന്നു, എന്തിനു വെളുക്കുന്നു എന്നവർക്കൊരു എത്തും പിടിയില്ലാതെ ഇങ്ങനെ ഇരുണ്ടും വെളുത്തും പോകുന്ന പോലുള്ള മനുഷ്യരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ദർശിക്കണം കർത്താവെ. അവരെല്ലാം സന്ദർശിക്കണം കർത്താവെ. കർത്താവ്, കുഞ്ഞു പിള്ളേർ പോകുന്നുണ്ട് ഈശോയെ. അവരെ ചതിക്കാനിരിക്കുന്നവർക്ക്, അവർക്ക് ലഹരി മരുന്നുകൾ കൊടുത്തുകൊണ്ടും കർത്താവ് പഞ്ചാര വർത്തമാനം പറഞ്ഞുകൊണ്ടും കർത്താവ് വളരെ അങ്ങനെ വളഞ്ഞു കൂടിയിട്ട് അവസാനം ട്രാപ്പിലാക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ തന്നെ അപകട മേഖലകളിൽ ചരിക്കുന്നുണ്ട് ഈശോയെ. അറിയാതെ ഇങ്ങനെ സ്നേഹം നടിച്ചും പിന്നെ അങ്ങനെ തെറ്റിൽ വീഴുന്നു പോകുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ ഈശോയെ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ യാത്ര, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ സംസാരങ്ങൾ നിങ്ങൾ ഒപ്പിടുന്നത് പോലും ഇന്ന് ഏതെങ്കിലും കടലാസ് ഖണ്ഡത്തിൽ മക്കൾ ഒപ്പിടുന്നുണ്ടെങ്കിൽ അത് കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഓരോ വിഷയവും ആരോട് സംസാരിച്ചാലും ഇന്ന് അനുവാദമില്ലാതെ അവിചാരിതമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി വരിഞ്ഞു കയറി വരുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവരുണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങളുണ്ട് ഈശോയെ. അവിടെയെല്ലാം സംയമനത്തോടെയും അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കർത്താവ്, അങ്ങനെ മക്കളിൽ നിന്ന് കർത്താവ് നീ പൂർണ്ണമായിട്ടും അവരതിൽ നിന്ന് സംരക്ഷിക്കണം പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവിചാരിതമായ ഉണ്ടാകുന്ന വിഷയങ്ങൾ, ആകസ്മികമായ ദുരിതങ്ങൾ, അതെല്ലാത്തിൽ നിന്ന് യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിങ്ങളെ കൊഴുകയും ഉച്ച മുതൽ ഉള്ളം കാല് വരെ നിങ്ങൾ ഓരോ
കാൽപാദങ്ങളിലും കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ ദൗത്യങ്ങൾ, ഇന്നത്തെ മുഴുവൻ യാത്രകൾ, ഇന്നത്തെ മുഴുവൻ സംസാരങ്ങൾ, ഇന്നത്തെ മുഴുവൻ ഇടപാടുകൾ, ഇടപെടലുകളെല്ലാം കർത്താവിൻ്റെ നാമം നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനുള്ള ജോലികൾ, കർത്താവ് പോയി കണ്ട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ എല്ലാം കർത്താവ് മറ്റു സ്ഥലത്ത് നിങ്ങളിൽ സമാധാനം ബോധിപ്പിക്കേണ്ട കാര്യങ്ങൾ എല്ലാത്തിനുമേലും ദൈവ തീരുമാനവും ദൈവികമായ ശക്തിയും ഉണ്ടാകട്ടെ. കർത്താവ് നിങ്ങൾ സന്ധിക്കുകയും സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുക. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മക്കളെ, നമ്മൾ ഇന്ന് വീണ്ടും ഒരു വചനം വായിക്കുകയാണ്. സങ്കീർത്തനം 25:4-6, സങ്കീർത്തനം 32:8 തമ്മിൽ ഭയങ്കര പൂരകമായൊരു വചനമാണ്. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. കർത്താവേ, പണ്ട് മുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗമുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമുക്ക് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. ഇപ്പം നമ്മൾ പഞ്ചായത്ത് വില്ലേജ് ഓഫീസിൽ പോയി ചോദിക്കണം, പഞ്ചായത്തിൽ പോയി ചോദിക്കണം, സാറേ വീട് റിപ്പയർ ചെയ്യാനുള്ള സ്കീമെല്ലാം ഉണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും വീട് റിപ്പയർ ചെയ്യാനുള്ള സ്കീമൊന്നുമില്ല, വീട് വെച്ചു കൊടുക്കാനുള്ള ലൈഫ് മിഷൻ ഉണ്ടെന്ന് പറയും. ഞാൻ ബ്ലോക്കിൽ പോയി ചോദിക്കുകയാണ്, സാറേ കോഴിയും കോഴിക്കോടൊക്കെ വന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയും കോഴിയും കോഴിക്കോടൊന്നുമില്ല, പശു വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉള്ളത് അപേക്ഷിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. കിട്ടാൻ എളുപ്പമാണ്. അതാണ് പ്രാർത്ഥനയ്ക്കുള്ള ഏറ്റവും വലിയ ഗുണം. അതാണ് ദൈവം തരാൻ ഇഷ്ടപ്പെടുന്നത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എന്താ കിട്ടണത്? അതായത് കർത്താവേ, ഒന്ന് വായിച്ച മോനെ, കർത്താവേ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. ഓക്കെ അല്ലേ? അപ്പൊ ദൈവത്തോട് ചോദിക്കണം എന്താണ്? അങ്ങയുടെ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കണം. പാതകൾ, അങ്ങയുടെ മാർഗങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങൊരു വിഷയത്തെ സമീപിക്കുന്ന രീതികള്, അതുപോലെ തന്നെ അങ്ങയുടെ മനസ്സിലിരിപ്പ്, നമ്മുടെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു മനസ്സിലിരിപ്പുണ്ടാവുമല്ലോ, അത് എന്നുവെച്ചാൽ ദൈവഹിതം, അത് എന്നെ പഠിപ്പിക്കണമേ. അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം അറിയാമോ? ദൈവത്തിൻ്റെ ഇഷ്ടം അത് തന്നെയാണ്. എന്താ കാര്യം? സങ്കീർത്തനം 32:8 വായിച്ചു നോക്കിയേ.
ഞാൻ നിന്നെ ഉപദേശിക്കാം. സങ്കീർത്തനം 32:8 എന്താ പറയണത്? ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. എന്തെങ്ങനെയാണ് പരിപാടി? കറക്റ്റല്ലേ? ആ ദൈവം തന്നെ പറയണ ഞാൻ നിന്നെ ഉപദേശിക്കാം. സങ്കീർത്തനം 32:8 അത് നീ നടക്കേണ്ട വഴി ഞാൻ നിന്നെ കാണിച്ചു തരാം. അതല്ലേ സങ്കീർത്തനം ചോദിക്കണത് 25:4 ഞാൻ നടക്കേണ്ട വഴി കർത്താവേ നീ എനിക്ക് കാണിച്ചു തരണം. അപ്പൊ എന്താണ്? വൈദ്യം കൽപ്പിച്ചതും പാല്, രോഗി ഇച്ഛിച്ചതും പാല്. അപ്പൊ അവ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇരിക്കണം നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. അതായത് ഞങ്ങളെ ഈശോ പറഞ്ഞില്ലേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവഹിതപ്രകാരമല്ലാത്ത പ്രാർത്ഥനകളും ആവശ്യങ്ങളും ഉണ്ടാവാതിരിക്കാനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്. നിന്റെ ആഗ്രഹം ദൈവഹിതപ്രകാരമാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ അത് ദൈവഹിതപ്രകാരമല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് അതിനൊക്കെയാണ് നമ്മൾ പ്രലോഭനം. എന്താണ് പ്രലോഭനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവഹിതപ്രകാരമല്ലാത്തതെല്ലാം ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ചല്ലാത്ത വരുന്ന എല്ലാ സംഭവവും നമ്മുടെ ബോഡിയുടേതായിരിക്കും. അതാണ് എൻ്റെ വിഷയം. നമ്മുടെ മാംസം, അതാണ് മാംസത്തിൻ്റെ ദുരാശ എന്നൊക്കെ പറയും. മാംസത്തിന് എപ്പോഴും ദുരാശകളുണ്ടാകും. അതുകൊണ്ടാണ് ഈ പ്രൊട്ടക്ഷൻ പ്രെയർ വേണ്ടി വരണത്. എപ്പോഴും നമുക്ക് സംരക്ഷണ പ്രാർത്ഥന വരുന്നത്. അപ്പം സ്വർഗസ്ഥനായ പിതാവാണ് ഏറ്റവും വലിയ സംരക്ഷണ പ്രാർത്ഥന. അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ ചെല്ലണേ എന്തിനാണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലിക്കൊണ്ട് പുറത്തു പോകും. എന്താ കാര്യം? സ്വർഗസ്ഥനായ പിതാവിൽ അന്നു വേണ്ട ആഹാരമുണ്ട്, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ള സംരക്ഷണ പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ദൈവഹിതത്തിനോട് യോജിച്ചുകൊണ്ട് അങ്ങ് നടക്കേണ്ട വഴി നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കാവുന്ന സങ്കീർത്തനം 32:8 പറയുമ്പോൾ സങ്കീർത്തനം 25:4 പറയും, കർത്താവേ ഞാൻ നടക്കേണ്ട വഴി, അങ്ങയുടെ ഹിതപ്രകാരം നടക്കേണ്ട വഴി അങ്ങ് എന്നെ ഒഴിവാക്കി തരണമേ. അതെല്ലാം ഈ രണ്ടും കൂടി സമ്മേളിക്കുന്ന സ്ഥലം സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയാണ്. ഇപ്പോൾ സങ്കീർത്തനം 32:8 സങ്കീർത്തനം 25:4 കൂടി കൂട്ടിവെച്ചിട്ട് അതൊരു പ്രാർത്ഥനയാക്കാമെങ്കിൽ ഏറ്റവും നല്ലത് സ്വർഗസ്ഥനായ പിതാവ് തന്നെയായിരിക്കും. അതുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിതം പുനഃക്രമീകരിക്കാൻ, ആ ദൈവത്തിൻ്റെ മനസ്സിനോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതും മറ്റുള്ളവരിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ആശിച്ചു പോയതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉപരി ഞങ്ങൾ നടക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്ന വഴികളിലൂടെ ഞങ്ങളെ നീ നടത്തുകയും അങ്ങയുടെ മനസ്സിന് ഞങ്ങൾക്ക് എന്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു അത് വിവേചിച്ച് മനസ്സിലാക്കി അങ്ങോട്ട് ചോദിക്കാനും, അങ്ങനെ സ്നേഹത്തിലും ഒരുമിച്ച് വളരാനും, സ്നേഹത്തിൽ വളരാനും, ജീവിതത്തിൽ അങ്ങയുടെ കൂടെ സഞ്ചരിക്കാനും, ഞങ്ങൾ സമാധാനത്തിൽ നിലനിൽക്കാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ എന്നേക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവും മക്കളും തമ്മിലുള്ള ഒരു സ്നേഹമായിട്ടാണ് ഈശോ മതത്തെ മാറ്റിയത്. നമ്മുടെ ബന്ധം, മതം എന്ന് പറയുന്നത് എന്താണ്? റിലേഷൻ, ബന്ധം. മതമൊന്നും വിളിക്കേണ്ട കാര്യമില്ല, റിലേഷൻ. നമ്മൾ തമ്മിലുള്ള ദൈവമായിട്ടുള്ള റിലേഷനെ ദൈവം എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്? പിതാവും മക്കളും തമ്മിലുള്ള ബന്ധമായിട്ട് മാറ്റി. ആ ബന്ധമാണ് റിലേഷൻ, അതാണ് മതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബന്ധമെന്ന് പറയുമ്പോൾ ആ ബന്ധത്തിൽ എന്താണ്? ആ ബന്ധത്തിൽ ഉരുത്തിരിഞ്ഞതാണ് ക്ഷമ. എന്താണ്? സഹിക്കുന്ന സ്നേഹം. പിന്നെ എന്താണ്? സമാധാനം, കാത്തിരിക്കുന്ന സ്നേഹം. കാത്തിരിപ്പിന് ഇത്തിരി ദൈർഘ്യം കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പിതാവിനുള്ള സ്നേഹം വെച്ചുകൊണ്ട് ആ കാത്തിരിപ്പിൻ്റെ ഒരു വിരസത നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ്? ക്ഷമ. ഇതെല്ലാം എന്താണ്? ക്ഷമയും സമാധാനം എന്തിൻ്റെതാണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇതാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവാനുഭവം സാധ്യമല്ലാത്തത്. എല്ലാ ഘട്ടങ്ങളിലും പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതുമ്പോൾ ഒന്നാം ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ എൻ്റെ ഒരു നിയോഗം എന്താണ്? പരിശുദ്ധാത്മാവെന്ന് എഴുതണം. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് ലഭിക്കാൻ
നമ്മൾക്ക് പണം കൊടുക്കാൻ, അതിന് ജീവൻ കൊടുക്കാൻ മതിയാകാത്തത് കാരണം അതിനു വേണ്ടിയാണ് ഈശോ വില കൊടുത്തിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയും പാപത്തിന് പരിഹാരമായിട്ടാണെന്ന്. അന്നത്തെ മനുഷ്യന്, ക്രിസ്തുവിന് മുമ്പുള്ള മനുഷ്യന്, യെശയ്യായ്ക്കൊക്കെ അത്രയുമേ വെളിപാട് അവർക്ക് അനുവദിച്ചുള്ളൂ. അവർക്ക് കിട്ടിയ അനുവദിച്ച് കിട്ടിയ വെളിപാട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്ക്, ക്രിസ്തുവിന് ശേഷം വന്നവർക്ക് കൂടുതൽ വെളിപാട് കിട്ടി. അതാണ് പരിശുദ്ധാത്മാവ് അവർ കൂടുതൽ സംസാരിക്കണത്. പക്ഷെ ഇത് ആദ്യം സംസാരിച്ച ആരോടാണ്? അമ്മയോടാണ് സംസാരിച്ചത്. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആദ്യ വാക്ക് ദൈവം സംസാരിക്കണ ആരോടാണ്? വെളിപാട് കൊടുക്കുന്ന ആർക്കാണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? പരിശുദ്ധാത്മാവ് വേണ്ട രംഗപ്രവേശനം ചെയ്യണം. കണ്ട ആരോടാണ്? ഫസ്റ്റ് കൈനീട്ടം പോലെ പരിശുദ്ധാത്മാവിനെ കൊടുക്കണ ആർക്കാണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പൊ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയണ ആ സെക്കൻഡില് തന്നെ എന്ത് സംഭവിക്കും? മറിയത്തിലെ സംശയമില്ലാതെ വിശ്വസിക്കും മറിയം. അവിടെയാണ് വിഷയം. മറിയം അമലോത്ഭവയാണെന്ന് പറയാൻ കാരണം ഈ പാപത്തിൻ്റെ ലാഞ്ചനകളോ പാപത്തിൻ്റെ പ്രകൃതിയോ പാപത്തിൻ്റെ ശീലങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വരുന്നതാണ് സംശയം. അതാണ് വിഷയം. അപ്പം അതുകൊണ്ടാണ് ഉടമ്പടിയിൽ 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണമെന്നും കുമ്പസാരിക്കാൻ പറ്റാത്ത അതിനുള്ള സംവിധാനം ഇല്ലാത്ത ആൾക്കാർ വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ കൂടെ തന്നെയാണ് ഇതുപോലെ നമ്മൾക്ക് ദൈവത്തോടുള്ള ഒരു നിഷ്കളങ്കമായ സ്നേഹമില്ലെങ്കിൽ, അതായത് ദൈവത്തോടുള്ള സ്നേഹമെന്ന് പറയുമ്പോഴേ തൻ്റെ നിഷ്കളങ്കമായിരിക്കണം. അത് വേറെ ഉദ്ദേശം വെച്ചുള്ള സ്നേഹമായിരിക്കരുത്. എഫെസസ് 1:4 എടുത്ത് തൻ്റെ മുമ്പാകെ, എഫെസസ് 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. സംഭവം തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും. അതിൻ്റെ വേറെ ഉദ്ദേശമൊന്നും ഇല്ലാത്ത സ്നേഹമാണ്. അതാണ് പരിശുദ്ധ സ്നേഹം എന്ന് പറയണത്. സ്നേഹം പലതും അൾട്ടറേറ്റഡ് സ്നേഹമുണ്ട്, വേറെ എന്ത് കലർപ്പുള്ള സ്നേഹമുണ്ട്. ഇതങ്ങനല്ല. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എന്റെ ദൈവപൈതലേ, നീ ഇന്ന് ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിൽ അനാദികാലം മുതലേ ദൈവം നിന്നെ ക്രിസ്തുവിനെ കേൾക്കാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും വർത്തമാനകാല രൂപമാണ് നിന്റെ ഇവിടെയുള്ള ഇരിപ്പും കേൾവിയും. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഇപ്പോഴെന്താ വരണം എന്ന് നോക്കിയേ? ദൈവസ്നേഹം കൂടുമ്പോൾ എന്ത് പറ്റും? സംശയം കുറഞ്ഞു വരും. ദൈവസ്നേഹം കൂടുമ്പോഴേ സംശയം കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവസ്നേഹം ലക്ഷ്യം വെച്ചാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുമെന്നല്ല ചിന്തിക്കേണ്ടത്. ഇനി എത്ര പത്രമുണ്ട് ആർക്ക് കൊടുക്കുന്നത്? അവർ വല്ലതും പറയുക, പത്രം കൊടുക്കുമ്പോൾ അവർ വല്ലതും പറയട്ടെ. നമ്മുടെ തന്തക്ക് തന്നെ വിളിക്കട്ടെ. അതിന് തന്ത ഉണ്ടല്ല, അപ്പം വിളിക്കും നമ്മളെ. തീർച്ചയായിട്ടും ഉണ്ട്, ഇല്ലാത്തതൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ കർത്താവിനെ പ്രതി അങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ ദൈവസ്നേഹം കൂടത്തില്ലേ? അപ്പം ദൈവസ്നേഹം കൂടത്തില്ലേ? അപ്പം നമുക്ക് സന്തോഷം തോന്നില്ലേ? എന്താണ് എൻ്റെ സ്നേഹം കൂടി, കർത്താവിന് വേണ്ടി ഞാൻ അത്രയും സഹിച്ചു. അപ്പം എന്ത് രസമാണ്. അപ്പം അതുകൊണ്ട് ഈ ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റുമെന്നറിയാമോ? അതായത് സംശയം കുറയുകയും ചെയ്യും. ഈ സംശയം കുറയണമെങ്കിൽ മാതാവിന് എന്താ സംശയം ഇല്ലാഞ്ഞത്? അവർക്ക് പാപമില്ലാഞ്ഞ കൊണ്ടാണ്. മാതാവിന് സംശയമില്ലാത്തതിൻ്റെ പറഞ്ഞ കാര്യമുണ്ട്. നമ്മുടെ വിശുദ്ധിയും ദൈവസ്നേഹവും നമ്മുടെ സംശയവും തമ്മിൽ കണക്റ്റഡാണ്. ശരിക്കും നമ്മുടെ കിഡ്നി ഹാർട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കണമല്ലേ? കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇന്നല്ലെങ്കിൽ നാളെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും.
അത് തന്നെ കാര്യം. ഇത് അതങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ ബേസ്ഡിലാണ് അടിച്ചിരിക്കുക. കിഡ്നിയും ഹാർട്ടും പ്രഷറിൻ്റെ ഒരു അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൽ ഇവരെ ഈ 2 ഫാക്കൽറ്റിനും ബാധിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെയാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രശ്നം. ദൈവസ്നേഹം കൂടുകയാണെങ്കിൽ സംശയം കുറയും. സംശയം കുറയുകയാണെങ്കിൽ എന്ത് പറ്റും? വിശ്വാസം കൂടി വരും. ഇതെല്ലാം ഇൻ്റർകണക്റ്റഡാണ്. അപ്പം നമ്മൾ വിശ്വാസത്തിന് കൊണ്ടുപോയല്ല വളം വെക്കേണ്ടത്. പിന്നെ എന്താണ്? ദൈവസ്നേഹത്തിന് വളം കൊടുക്കണം. ദൈവസ്നേഹം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹം, ക്ഷമ, സമാധാനം, അങ്ങനെ പോകുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. ഇപ്പോഴെന്താണ് ഇപ്പോൾ മാതാവിനോട് പറയുമ്പോൾ അതായത് ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയുമ്പോഴേ അതിനല്ലേ ആ വല്യപ്പനും ചോദിച്ചത്. ആര്? യോഹന്നാൻ്റെ അപ്പൻ. അങ്ങനെ പേരെന്നാ? സക്കറിയ. സക്കറിയ ചോദിച്ചത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ വയസ്സനല്ലേ, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളെ. അതെന്നെ അമ്മയും ചോദിച്ചത്. പക്ഷേ പണി മേടിച്ചത് ആരാണ്? സക്കറിയ. അമ്മ പണി മേടിച്ചില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഉടനെ മാലാഖ് പറഞ്ഞു? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞതും വന്നുവെന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞാലും ദൈവത്തിനുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു ഹിസ്റ്റോറിക്കൽ പ്രസൻസിൽ ജീവിക്കുന്ന ആളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൂതമുണ്ട്, വർത്തമാനമുണ്ട്, ഇല്ലേ? ദൈവത്തിന് ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല. ദൈവം തന്നാൽ താനായിരിക്കുന്നു, അനാദി ആയിരിക്കുന്നു, ആദികാരണനായിരിക്കുന്നു. കണ്ട അപ്പോൾ പോക്കണ്ടില്ലേ? ദൈവത്തിന് കാരണം പോലും ഇല്ല. അപ്പോൾ ദൈവത്തിന് കാലവുമില്ല, കാരണവുമില്ല. ദൈവത്തിന് കാരണവുമില്ല, കാലവുമില്ലാത്ത കാരണം ദൈവം ഒരു കാലത്തിൽ പറഞ്ഞാൽ അതിനെല്ലാം എവർ പ്രസൻ്റാണ്. ഹിസ്റ്റോറിക്കൽ പ്രസൻസ് എന്ന് പറയും. ഹിസ്റ്റോറിക്കൽ പ്രസൻറ്റ് അതായത് ചരിത്രപരമായ വർത്തമാനം. ദൈവം വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം വന്നുവെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വരുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. വരുമെന്ന് ദൈവം പറഞ്ഞാൽ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വന്നതിന് തുല്യമാണ്. കാര്യം ഹീസ് ഇൻ ഹിസ്റ്റോറിക്കൽ പ്രസൻസ്. ഇതുപോലെ തന്നെ അമ്മ എന്ത് ചെയ്ത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞ ആ ടൈമിൻ്റെ ആ ഇപ്സഫാത്തോ ആ ബൈ ടൈം ആ സെറ്റ് ടൈമിൽ തന്നെ ശരിക്കും പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ അമ്മ നിറഞ്ഞപ്പോൾ എന്താ അമ്മ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. കണ്ട ഉണപ്പൊക്കണ്ട. അതായത് എന്തുമാത്രം പാപം കുറഞ്ഞിരിക്കുന്നുവോ അത്രയും വെളിപാടുകളെ സ്വീകരിക്കാനും സംശയം കുറയാനും കൃപയും നിറയാനും ഇടയാകും. അപ്പം നമ്മൾ കൃപാസനം പാപത്തെ ഇങ്ങനെ പരിശുദ്ധാത്മ കിട്ടാനുള്ള ഇടപാടായിട്ട് ഇങ്ങനെ എണ്ണി പെരുക്കി അങ്ങനെ ഞാൻ പ്രസംഗിക്കാറില്ല. ഇത് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട് ആധ്യാത്മിക ജീവിതം പരിപോഷിപ്പിക്കുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഞാൻ ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്താണ് സംസാരിക്കണത്. ദൈവസ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ബലം സ്നേഹമാണ്. ദൈവസ്നേഹത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധാത്മാവിന് പ്രാധാന്യമുള്ളത് കാരണം എന്ത് പറ്റും? പാപം. അതാണ് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്താണ് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയാം, അല്ലേ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറയുമ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു കൺഫ്യൂഷനുമില്ല. അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ജ്ഞാനം കൊടുത്തിട്ട് പറയും, മേരി ഇന്ന് വരെ പറഞ്ഞതെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവെന്ന് നിന്നോടാണ് ആദ്യമായിട്ട് ഈ വെളിപാട് പറയണത്. പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവ് എന്നുള്ള പേരുള്ളത് ഇപ്പോഴാണ്. പണ്ട് ആദി ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു, ഭൂമി രൂപരഹിതമായിരുന്നു, ആഴത്തിന് മീതെ അന്ധകാരം വ്യാപിച്ചിരുന്നു, അന്ധകാരത്തിന് ജലപ്പരപ്പിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവല്ലേ? ആണ്. പക്ഷെ അവിടെ വിളിക്കണത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാവ്. എസെക്കിയേൽ 37 വിളിക്കണത് എന്താണ്? കർത്താവിൻ്റെ ആത്മാവ് എന്നെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു? ഞാൻ പറഞ്ഞു, അസ്ഥികൂടങ്ങൾ. അവൻ ജീവിക്കുമോ? കർത്താവെ അങ്ങയ്ക്കറിയാം. അവിടെ എന്താണ്? കർത്താവിൻ്റെ ആത്മാവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ്. മറിയത്തോട് പറയുമ്പോഴാരും പരിശുദ്ധാത്മാവെന്ന് പറയും. പരിശുദ്ധാത്മാവ് എന്താ കാര്യം? അടി തുടങ്ങാൻ പോകണമെന്നതിൻ്റെ അർത്ഥം ആർക്കാ മനസ്സിലാകാത്തത്? മനസ്സിലാകുന്നതിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അടി തുടങ്ങാൻ പോകണം. എന്താണ്? നിനക്ക് സ്ത്രീക്കും തമ്മിലും
നിന്റെ സന്തതിക്കും സ്ത്രീയുടെ സന്തതിക്കും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. അശുദ്ധാത്മാവിൻ്റെ അവതാരമായിട്ടല്ല മറ്റേ പാപരൂപം വരണത്. അപ്പം പാപത്തിന് പരിഹാരം ചെയ്യാൻ ക്രിസ്തുവിനെ മനുഷ്യാവതാരത്തിലൂടെ വചനം മാംസമാകുന്ന ആ സ്വർഗീയ പ്രക്രിയയിൽ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. നിനക്കും സ്ത്രീക്കും തമ്മിൽ ഉൽപ്പത്തി 3:15 വർക്കൗട്ട് ചെയ്യും. എന്താ കാര്യം? ഇനി അശുദ്ധാത്മാവിനെ മുൻനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. അശുദ്ധാത്മാവുണ്ട്, അതുമായിട്ടാണ് ഇനി യുദ്ധം വരാൻ പോണത്. അതിനെ മറിയത്തെ തന്നെ എക്വിപ്പ് ചെയ്യാണ്. മറിയത്തിലൂടെ ജനിക്കുന്നവനാണ് അവൻ്റെ തലയെ തകർക്കാൻ പോണത്. ശ്രുതികട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ.